വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ചായക്കട നെയ്യപ്പം. നമ്മുടെ നെയ്യപ്പത്തിനായിട്ട് ഞാൻ ഇതുപോലത്തെ ഉള്ള മെഷറിംഗ് കപ്പിന് 2 കപ്പ് അരി കുതിർത്തി വെള്ളം തോർന്ന് വെച്ചിരിക്കുന്നതാണ്. അതുപോലെ ഒരു 250 ഗ്രാം ഇത് മറയൂർ ശർക്കരയാണ്, അത് കുത്തിപ്പൊടിച്ച് കൊണ്ടുവന്നതാണ്. അപ്പോൾ അതിനെ ഉരുക്കണം. അപ്പോൾ ഇതിനെ ആദ്യം അരി ഒന്നിങ്ങനെ പൊടിച്ചെടുക്കാം. തരുതരപ്പായിട്ട് പൊടിക്കണം, ഒരു പുട്ടിൻ്റെ പൊടി പോലെ. തരുതരപ്പായിട്ട് പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതോടൊപ്പം നമുക്ക് ഈ ശർക്കര ഒരു പാത്രത്തിലേക്ക് ഇട്ട് അതൊന്ന് ഉരുക്കിയെടുക്കാം. കുറച്ച് വെള്ളം, ഒരുപാട് വെള്ളം വേണ്ട. ഇപ്പോൾ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്, അത് നമുക്കൊന്ന് ഉരുക്കിയെടുക്കാം. ഇപ്പോൾ ശർക്കര നല്ലപോലെ തിളച്ചെല്ലാം കട്ടയെല്ലാം ഉടങ്ങി. ഇനി ഇതിനെ നമുക്ക് ചൂടോടുകൂടി തന്നെ ആ പാനിയിലേക്ക് അരിപ്പൊടിയിലേക്ക് ഒഴിക്കുന്നത്. ഇത് പച്ചരിപ്പൊടി ആകുമ്പോൾ പെട്ടെന്നത് വെള്ളമാകും. അപ്പോൾ നോക്കി വേണം ഒഴിക്കാൻ, ഇളക്കി നോക്കിയിട്ട്. അപ്പം ഇതുപോലെ ആ 3/4 കപ്പ് വെള്ളം ഒഴിച്ച് ഇളക്കിയത് പാകമായിരുന്നു. അപ്പം ഈ ഒരു ദോശമാവിൻ്റെ പരുവത്തിനകത്തേക്ക് അത്രയും ലൂസായിട്ടിരിക്കണം. അപ്പോൾ അതിലേക്ക് ഇച്ചിരി ഏലക്കാപ്പൊടി, ഞാനിവിടെ ഏലക്ക എക്സ്ട്രാക്റ്റ് ആണ് ഒഴിക്കുന്നത്. പൊടി ഇട്ടാൽ മതി, ടേസ്റ്റിനനുസരിച്ച് ഏലക്കാപ്പൊടി ഇടുക. അതോടൊപ്പം കുറച്ച് എള്ള് ഇടുക. അതിനൊരു ആവശ്യം പോലെ എള്ളിടാം. ഞാനൊരു ഒരു ടീസ്പൂൺ ഹീപ്ഡായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പം ഇനി ഇതൊരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് ചുട്ടെടുക്കാം. ഇപ്പം ഇത് കലക്കി വെച്ചിട്ട് ഞാൻ പെട്ടെന്ന് ഇവിടെ ചുട്ടില്ല. ഇതിപ്പോൾ ഒരു 5-6 മണിക്കൂറായി. അപ്പോൾ ഇനി നമുക്ക് ചുട്ടെടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്, അതിലേക്ക് ഒരു സ്പൂൺ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് ഒരല്പം സമയം കഴിയുമ്പോൾ ഇത്തിരി എണ്ണ ഇങ്ങനെ തട്ടി ഒഴിച്ചു കൊടുത്തിട്ട് തീ ഒന്ന് കുറച്ച് വയ്ക്കാം. നന്നായിട്ട് പൊളച്ച് വരും. അപ്പം അതിങ്ങനെ തിരിച്ചു മറിച്ചു വിട്ട് മീഡിയം ഫ്ലെയിമിൽ നല്ലതായിട്ട് ഒരിച്ചെടുത്ത് ബാക്കിയുള്ളതും കൂടെ നമുക്കിങ്ങനെ ചുട്ടെടുക്കാം.